കണ്ട ഇതാണ് എൻ്റെ സീൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇവിടെ ആസ് യൂഷ്വൽ ഞാൻ ഈ വഴി കൂടെയാണ് എപ്പോഴും വീഡിയോ എടുക്കാറ്. ഇന്ന് നല്ല തണുപ്പുണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 11-10. ഒരു ഡിജിറ്റിലൊക്കെ ആകുമ്പോൾ തണുപ്പ് വരാൻ തുടങ്ങി. സോ അപ്പോൾ എന്താ പറഞ്ഞാൽ സി റെഡായി എല്ലാം. ഇവിടുത്തെ ഫോൾ സീസൺ ഇസ് ടു ഗുഡ്. എനിക്ക് സംഭവം കുറേ ഇലകളൊക്കെ ഇന്നലെ മഴ പെയ്ത കാരണം ബ്ലാക്ക് ആയിരിക്കണോ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ റെഡായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ. സോ തണുപ്പുണ്ട്. ഐ എം ട്രൈങ് ടു അഡ്ജസ്റ്റ്. പക്ഷെ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഹിയർ. സീൻസ് ലൈക്ക് ഓരോ ഫ്രെയിംസ് സീ. ഇവിടെ ഒരു റെഡ് കളർ, അവിടെ ഒരു യെല്ലോ കളർ, അവിടെ ഒരു ഓറഞ്ച് കളർ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ലൈക്ക് ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് ജസ്റ്റ് ഫോർ ഫോൾ വ്യൂസ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം പോകാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് ടൈം പോവും. ഇപ്പോൾ എന്തായാലും ഞാൻ ലൈബ്രറി പോയിട്ട് കുറച്ച് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തീർക്കാണ്ട്, പിന്നെ കുറച്ച് സ്ഥലങ്ങൾ പോവാണ്ട്. സോ ലെറ്റ്സ് ഗോ. എല്ലാ കളേഴ്സും ഇതിൽ വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് മൂടിയായ കാരണം ബ്ലൂ ഇല്ല, പക്ഷെ ബ്ലൂവും വന്നിട്ടുണ്ടാവും. അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മൾ ലൈബ്രറി വന്നിരിക്കുന്നുണ്ട്. ഞാൻ ലൈബ്രറിയുടെ വഴിയൊക്കെ മറന്നു പോയതാ. ബട്ട് യെസ്, കുറേ കാലത്തിന് ശേഷമാണ് ലൈബ്രറിക്ക് വന്നിരിക്കുന്നത്. കുറച്ച് ഇടയ്ക്കൊക്കെ ഈ സണ്ണ് വരുമ്പോൾ എന്തൊരു സുഖമെന്നറിയും. ഇന്നിപ്പോൾ സണ്ണിന് നല്ല വാല്യൂ ഉണ്ട്. കാരണം സണ്ണ് ഇന്ന് അതിൻ്റെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ചൂട് തരുന്നുണ്ട്. ചില സമയത്തൊക്കെ കാണണം വലിയ ബ്രൈറ്റ് ആയിരിക്കും, പക്ഷെ ഒരു യൂസ്ലെസ് സാധനം. യൂസ്ലെസ് പറഞ്ഞാൽ ഇതിനേക്കാട്ടി യൂസ്ലെസ് സാധനം വേറെ ഇവിടെ കിടക്കും. നമ്മുടെ നാട്ടിലത്തേക്ക് സണ്ണ് എത്ര ബ്രൈറ്റാണ്. ബ്രൈറ്റ് മാത്രമല്ല, ചുട്ട ചാവില്ലേ. ആ ചൂടൊക്കെ ഇപ്പം കൊള്ളാൻ തോന്നുന്നു എനിക്ക്. ചെയ്യാം. ലൈബ്രറി കുറച്ചൊക്കെ അസൈൻമെന്റ് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും കഴിക്കാൻ നോക്കട്ടെ. കുറെ ദിവസമായി പുറത്തുനിന്ന് കഴിച്ചിട്ട്. സോ ഐ തോട്ട് ഹാവിങ് സംതിങ്. ഓക്കെ, അങ്ങനെ മെക്ഡോണൽഡ്സിന് ഒരു മീലും കഴിച്ചിട്ട് ബസ്സിൽ പോയപ്പോഴാണ് ദീപാവലിൻ്റെ സെലിബ്രേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിരിക്കുന്നത് ബ്രാംപ്ടണിലാണ്. ആൻഡ് ഇറ്റ്സ് മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഇവിടെ കൂടുതലുള്ളത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവിടെയും ദിവാലി സെലിബ്രേഷൻസും ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. സോ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ സ്ഥലം ഇറ്റ്സ് ഒരു ഇന്റർനാഷണൽ സെന്റർ എയർപോർട്ടിൻ്റെ അടുത്താണ്. ആൻഡ് it's too noisy. If you can hear, it's good. Otherwise I can't do anything. So ഇവിടെ ഒരു സെയിൽസ് വെയർഹൗസ് സെയിൽ. warehouse. Yeah. I guess. So അങ്ങനത്തെ ഒരു സംഭവമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു വെയർഹൗസ് പോയിട്ടുണ്ടായിരുന്നു, but that was a flop. I didn't like I recorded but I didn't upload the video because it was a flop. I just hope this is okay. And ഇവിടെ I think Are we in the wrong direction though? No. I came here last time. Okay. No, not the one which I went alone. I came with like your cousins? Yeah. Okay. So at that time, it was closing. Like it was almost ending. Like it was our last dates. Got it. Today, it's 22 and it's starting. So we're just starting. So hope we get the good stuff. So idana We're going at entrance 6. Yes, we can just jump from here. Why do we? Okay, jump. Okay. Typical un-Canadian behavior. So ഇവിടെ ഞാൻ already വന്നു തോന്നുന്നു. എനിക്ക് തോന്നുന്നു. I don't actually remember places. I've only been once, but I feel like this was the place. Been here. Conference center. Yeah. Okay. Let's go. The building looks promising. Yeah. No, like last time also it was good. It was like The place really looked huge. promising. Okay. But The stuff. the thing was, it was all starting to get empty. Like it was the end of the sale.
So I hope we're just starting to decide. Yeah, Hope we and get some good stuff. at that time, my sisters told me like we're almost at the end, so that's why we don't find good stuffs. Otherwise, Okay. we would have got good stuff. Got it. Let's hope. It's on number 6. ഓക്കെ, ചെറിയൊരു വാളിപ്പ് നമ്മളെപ്പോ വന്നാലും ഇതുപോലെ തന്നെ ഉണ്ടാവാറുള്ളൂ. It's supposed to start tomorrow. Yeah, and we were like so happy. It's gonna be at the front of it. What are we doing tomorrow then? I don't know, I have work. Me too. But I can come morning. I don't have morning. Maybe. Morning what time? Let me check. So, cut to day 2. ഞങ്ങൾ പിന്നെ വന്നു. And I think, oh, I look so good. And the weather is so good. തണുപ്പുണ്ട്, but it's good. ഇന്നലെ ഒരു കാറും ഉണ്ടായിരുന്നില്ല, ഇവിടെ നിന്ന് കുറേ കാറുണ്ട്. So I hope it's opening today. Like, It is. I think, like, yeah, look yeah. at the people. Yeah. Look at the car. Yeah, it's opening. ഞാൻ കാണിച്ചരാ. Yeah. I don't think we're gonna get back in time though. If there's No, another but- option. There's no other option. We can't miss going to, like, skipping our work. So Yes, we can. for this, so if it was for colleges or something, okay, but not for this. അത് മൊത്തം ലൈനാണ്. Let's take a picture there. ഈ ലൈനിൽ നിന്നിട്ട് എടുക്കാൻ പറ്റും തോന്നുന്നു, ബിക്കോസ് ഞങ്ങൾക്ക് 2 പേർക്കും വർക്കിന് എത്തേണ്ടതാണ്. സോ Wow. I don't think we'll be able to get in there, you know that? me too. I'm like, If it has this much line What the heck, outside, I don't know how it's going to be inside. Let's just go back. ഇത് പോയിക്കോണ്ട്. ഓ മൈ ഗോഡ്, ദാറ്റ്സ് അറിയില്ലാതെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. വർക്കൗണ്ട് For hours. ഫുൾ ലൈനാണ്. Just show them the line, please. Oh, it's because it's double lines, right? നമ്മുടെ ഗുരുവായൂരിൽ ഇങ്ങനെ ചുറ്റിയുള്ള ലൈൻസ് ഉണ്ടാവില്ല, അതുപോലത്തെ ലൈൻസ് ആണ് ഇവിടെ. ഞങ്ങൾ പോയില്ലാന്ന് തീരുമാനിച്ചു, ബിക്കോസ് ഇത്രയും നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം ലൈന് നോട്ട് പോസിബിൾ, കാരണം വർക്കുണ്ട്. ആൻഡ് ബിക്കോസ് ഇറ്റ് വാസ് എ വെയർഹൗസ് സെയിൽ, ആൾക്കാരെല്ലാവരും ബൾക്കായിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടാണ്. 10 to 20 pairs of shoes ആണ് ഓരോരുത്തർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നത്. ഇങ്ങനെയായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. You know what? You were right. I should have been here 10 minutes earlier and sat on the line. Yeah, you could have done that, but we don't know. Like, this is going to be the situation. So, first day വന്നു, നടന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. Second day വന്നു, നടന്നില്ല, ബിക്കോസ് 2 പേർക്കും പണിയുണ്ട്, 2 പേർക്കും ആ ലൈനിൽ നിൽക്കാൻ പറ്റില്ല. സോ മേ ബി നാളെയും മറ്റന്നെയും തീരെ പറ്റില്ല, ബിക്കോസ് ക്ലാസ്സസ് ഉണ്ട്, ക്ലാസ്സസ് മുടക്കാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ മുടക്കി, അപ്പോൾ ഇനി മുടക്കാൻ പറ്റില്ല. മേ ബി ഓൺ സാറ്റർഡേ. Maybe on So, Saturday. Yeah. Might. എൻ്റെ ഈ വീഡിയോന് ഒരു അവസാനമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പോയിട്ടോ എൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. Maybe. Either I will end this video right now or day 3 will be there for this video. I don't know. Let's hope. നോക്കാം എന്താ സംഭവിക്കാറ്. Cut 3, third day എന്നെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റും എന്ന് ഉദ്ദേശത്തോടെ വന്നിരിക്കുകയാണ്. ഇന്ന് അവൾ എൻ്റെ ഒപ്പം ഇല്ല, അങ്ങനാണ്. ഐ ഹോപ്പ് ഇന്നെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. 2 ദിവസമായിട്ട് കയറാൻ പറ്റിയിട്ടില്ല. സോ ലെറ്റ്സ് ഹോപ്പ്. ഇന്ന് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ വന്നത് കാണിച്ചേ. ഓക്കെ, എന്നാലും അതിന് പ്രതീക്ഷ ലൈക്ക് ലൈനുണ്ട്. ഇന്നിപ്പോൾ വീക്കെൻഡും കൂടി ആയ കാറുണ്ട്, അറിയില്ല ഇനിയിപ്പോൾ. ബട്ട് ലെറ്റ്സ് സീ. തിരക്കുണ്ട്, ഫുൾ വണ്ടികളാണ്. സീ ബാക്കിലൊക്കെ വണ്ടികളാണ്. പ്രതീക്ഷ പോലെയല്ലായിരുന്നു. ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്ട്സ് ദെയർ വാസ് ഗുഡ്.
കഴിഞ്ഞിട്ടില്ല, കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് സോർട്ട് ചെയ്യട്ടെ, നോക്കട്ടെ എന്തൊക്കെയാണ് വാങ്ങിക്കാൻ പറ്റുന്നത്. സംഭവം കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെയൊക്കെ, ഒക്കെ $10 നമ്മള് കുറെ എണ്ണം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഫൈനലായിട്ട് കാണിച്ചു തരാം, കാരണം ഞാൻ നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. സംഭവം കഴിഞ്ഞ് ഞങ്ങള് ശിവശക്തിയിൽ കഴിക്കാൻ വന്നിരിക്കുകയാണ്. വേറൊരു ഓഫർ വെച്ചിട്ടാണ് വന്നത്, പക്ഷെ വന്നപ്പോ സാരി ഉണ്ട്, വന്നപ്പോ സാരി ഉണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് കുറച്ച് വന്നിട്ടുള്ളൂ, കുറച്ചുകൂടി വന്നിട്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം. കുറെ കാലം ഇങ്ങനെ സദ്യ പോലെ കഴിച്ചിട്ട്. നോൺ വെജ് ആണ്, ചിക്കൻ 65 പൊറോട്ടയും. പൊറോട്ടമ്പിന്റെ കറി വന്നിട്ടില്ല, എല്ലാം വന്നിട്ട് എടുക്കാന്ന് വിചാരിക്കുകയാണ്. നമുക്കൊരു കേസരി ഉണ്ട്, ഇതെന്താന്ന് ഞാൻ നോക്കട്ടെ, അറിയില്ല. ബട്ട് എന്തോ ഒരു ചമ്മന്തി, ഇത് നമ്മുടെ ഉപ്പേരി, ഇതെന്തോ സാധനം, ഇത് വഴുതിരിങ്ങ, ചിക്കൻ 65, മട്ടനും വന്നു, റൈത്ത വന്നു. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ. വരുന്നത് നല്ലതാണ്, കുറച്ച് കുടിക്കാനും. NMR ബിരിയാണി, അതിനുണ്ട് NMR ബിരിയാണി, NMR ബിരിയാണിയാണെന്നാണ് പറയണത്. ഞാൻ കഴിച്ചിട്ടെ. So should I bring anything like this? പറയാൻ മറന്നാണ്, റൗത്തർ ബിരിയാണി തന്നെ, മട്ടനാണ്. അത് നമുക്ക് പിരിമീൻ ചോദിക്കാം, നമ്മള് ചിക്കൻ ചോദിക്കാം. അങ്ങനെ ഞങ്ങള് ദോശ കഴിക്കാനാണ് വന്നത്. ആക്ച്വലി $5 ദോശ, $5 പൊടി ഇഡ്ഡലിൻ്റെ ഒരു ആഡ്, ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് സാറ്റർഡേ സൺഡേ ഥാലിയാണ്. അപ്പം അങ്ങനെ ഥാലി കഴിക്കാൻ വന്നതാണ്. ആൻഡ് പാട്ട് കേൾക്കണ്ട, അടിപൊളി പാട്ട്, നല്ല പ്ലേലിസ്റ്റ്. ഇതാണ് നമ്മുടെ ഇന്നിപ്പോൾ പോയ ഹോട്ടല്. ആൻഡ് ഇത് നമ്മുടെ എയർപോർട്ട് റോഡിൻ്റെ അടുത്തായിട്ടാണ്, മെസ്സാഗയിലാണ് നിൽക്കുന്നത്. ഭയങ്കര ഫുള്ളായി വയറ്. ആൻഡ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടില് മീൻസ് ഒരു തമിഴ് റെസ്റ്റോറൻ്റ് ആയിരുന്നെങ്കിൽ പോലും ടേസ്റ്റ് വാസ് ഗുഡ്, നല്ലതായിരുന്നു. നടക്കാൻ പറ്റില്ല, ഇത്രയും കഴിച്ചക്കാരുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് എന്താ വാങ്ങിച്ചു പറഞ്ഞാൽ 2 ഫുട്വെയർ വാങ്ങിച്ചു, കുറേ ഷൂസ് നോക്കി, കുറേ ബൂട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി. ചിലതൊന്നും നമ്മുടെ കാണുമ്പോൾ രസമുണ്ട്, പക്ഷേ എന്താ പറയുക, ഇട്ട് നോക്കിയപ്പോൾ അത്രയ്ക്കൊന്നും പിടിച്ചില്ല. അപ്പോൾ 2 എണ്ണം, ഒരു ബൂട്ട്സ് ടൈപ്പത്തെ സാധനം. ബട്ട് വിൻ്റർ ബൂട്ട്സ് അല്ല, ഇപ്പോൾ വിൻ്റർ ബൂട്ട്സ് പിന്നെയും വാങ്ങിക്കണം. ബൂട്ട്സും പിന്നെ ഒരു ഹീൽസ് പോലത്തെ സാധനം. അപ്പോൾ അത് 2 വാങ്ങിച്ചിട്ട് വേറെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ കുറച്ച് കോസ്മെറ്റിക്സിൻ്റെ കാര്യങ്ങൾ ഇതിൽ പക്ഷെ നല്ലതായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ചു. ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ എൻ്റെ ടേസ്റ്റിനും അവൻ്റെ ടേസ്റ്റിനും ഉണ്ടായിരുന്നില്ല. ദാറ്റ്സ് വൈ. ആൻഡ് മേ ബി ഫസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരുന്നു. അത്രയ്ക്ക് തന്നെ ഇപ്പോഴും ഇതിൻ്റെ ഫസ്റ്റ് വന്നാൽ ചിലപ്പോൾ കിട്ടും. ഇതിപ്പോൾ അവസാനം ആവാറായി, അതുകൊണ്ട് കിട്ടില്ല. ഇപ്പോൾ എല്ലാ കളക്ഷൻസ് എല്ലാവരും എടുത്ത് പോയിട്ടുണ്ടാവും. സോ ഇവിടെ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഫൈനലി 3 അറ്റംപ്റ്റ്സിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റി, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റി. ദാറ്റ്സ് ഇറ്റ്. ഫുഡ് അടിച്ചിട്ട് ഫുഡ് കോമിൽ പോകാൻ പോകുന്നതൊക്കെ ഭയങ്കര
ഇത് നമുക്ക് പോവാൻ പറ്റില്ലേ? ഇല്ല, എനിക്കറിയില്ല കേട്ടോ, ഞാൻ റിസ്ക് എടുക്കും. I don't want to take risk. നീ ഇവനെ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും? ആ മറ്റേ മുടിയനെ? ഇല്ല. ആ ചെവി വെച്ചു. അതന്നെ. അയ്യോ എനിക്ക് ഉറക്കം വരുന്നേ. ഫുഡ് ഭയങ്കര ഹെവി ആയി പോയി. What do you feel about the food? എന്താ പറയാനുള്ളത്? ചെവി വെച്ചിട്ടോ? എന്താ പറയാനുള്ളത്? നല്ല ഫുഡ്, വറുത്തിട്ടായിരുന്നു. worth it. $50. ഇന്ന് അതല്ലാണ്ട് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. കാരണം ഈ ഫുഡ് കഴിച്ചോണ്ടേ മനസ്സങ്ങ് തൃപ്തിയായി. തൃപ്തി കൊണ്ട് വീട്ടിൽ പോവാ. ഇനി വേറെ ഒന്നും വേണ്ട. അതന്നെ, വേറൊന്നുമില്ല. അപ്പൊ നിങ്ങളും ചിലപ്പോ ഇപ്പൊ ഇത് 2 ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് അറിയില്ല ഇനി. പക്ഷെ ഇതിന്റെ പോലത്തെ പല സെയിൽസും പിന്നെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അടുത്ത പ്രാവശ്യം ഉണ്ടാവുമ്പോ പിന്നെ ഞാൻ നോക്കാം ഫസ്റ്റ് ഡേ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട്. ഫസ്റ്റ് ഡേ അറ്റൻഡ് ചെയ്യാൻ ചടപ്പ പരിപാടിയാണ്, നിങ്ങൾ കണ്ടതല്ലേ വീഡിയോ. പക്ഷെ നോക്കാം, മേ ബി 1 ഡേ ഫസ്റ്റ് ഡേ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരിക്കാം. 27 വരെ ഉള്ളൂ ഇതിപ്പോ. അപ്പൊ അത്ര തന്നെ. Hope you guys like this video. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. അടുത്ത വീഡിയോ കാണാൻ ബൈ.